അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്താൽ മെയ് 10-ാം തീയതിയായി ഇന്ന് അങ്ങയുടെ മക്കൾ സഞ്ചരിക്കുന്ന വഴികളെ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, ഓരോരോ ഉദ്യോഗത്തിന് വേണ്ടിയും ഓരോരോ ഉദ്യമങ്ങൾക്കായി മനസ്സ് വിഷമിച്ച് പോകുന്നവരുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്. അവരെല്ലാം നീ സന്ധിക്കണം. കർത്താവ്, ഓരോരോ വ്യക്തികളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്. ആ വ്യക്തികൾ ഇവർക്ക് അനുകൂലമായി മാറാൻ വേണ്ടി കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകണം. ഡേറ്റ് പറഞ്ഞിട്ട് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ ഡേറ്റുകളുണ്ട്. മനസ്സമ്മതത്തിൻ്റെ ഡേറ്റ് വെച്ചിട്ടുണ്ട് ചില ആൾക്കാർ. ചിലർ വിവാഹത്തിൻ്റെ ഡേറ്റ് വെച്ചിട്ടുണ്ട്. ചിലർ വസ്തു കൈമാറ്റത്തിന് ഡേറ്റ് വെച്ചിട്ടുണ്ട്. വസ്തു വാങ്ങിക്കുന്ന അഡ്വാൻസ് ഡേറ്റ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മെയ് 10 ഒത്തിരിയേറെ കമ്മിറ്റ്മെൻറ്റുകളുള്ളതാണ്. കർത്താവ്, അതെല്ലാം ഇന്ന് പരീക്ഷ റിസൾട്ട് വരുന്ന ദിവസമായിരിക്കാം. ഇന്ന് ഏതെങ്കിലും ഒരു ഓഫർ ലെറ്റർ പ്രതീക്ഷിക്കുന്ന ദിവസമായിരിക്കാം. കർത്താവ്, അങ്ങയുടെ മക്കൾ ഉത്കണ്ഠപ്പെടുത്തുന്ന എല്ലാ ഭാരങ്ങളിൽ നിന്നും അവന് രോഗകരമായ അവസ്ഥകൾ, വല്ലാത്ത വേദന അനുഭവിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. മക്കളില്ലാത്തവരുണ്ട്. മക്കൾ ലഭിച്ചിട്ട് പോലും സ്പോട്ടിങ്ങൊക്കെ ഉണ്ടായിട്ട് അവർ വല്ലാത്ത രീതിയിൽ മനസ്സ് വേദനിച്ച് ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. ഓരോരോ കാര്യം ഓർത്ത്, വീട്ടിൽ സംഭവിച്ച ഓരോരോ സങ്കടകരമായ യാഥാർത്ഥ്യങ്ങൾ ഓർത്ത് എന്നാത്തിനായി ഇങ്ങനെ ജീവിച്ചു പോകണമെന്നൊക്കെ ഓർത്തിട്ട് വല്ലാത്ത രീതിയിൽ ആലോചിക്കപ്പെടുന്നവരുണ്ട്. അവിടെ മേലെല്ലാം കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. പലപ്പോഴും നിങ്ങൾ ഓരോരോ വിഷയത്തിന്, ഇപ്പം ഞാനായാലും നിങ്ങളായാലും, ഇപ്പം ഞാനെന്ത് ചെയ്യും എന്നാണ് എപ്പോഴും ചിന്തിക്കുന്നത്. അല്ല, അങ്ങനെയല്ലേ?
അയ്യോ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ ഞാനെന്ത് ചെയ്യും? എനിക്ക് ഉപരി വിദ്യാഭ്യാസത്തിൻ്റെ കൂട്ടുകാരുടെ കൂടെ പറഞ്ഞൊപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി പഠിക്കാൻ പറ്റുമോ? അവർ മാത്രം പോയി ഞാൻ ഇവിടെ നിന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? ഇപ്പം നമ്മുടെ പ്രാർത്ഥനയുടെയൊക്കെ എല്ലാത്തിൻ്റെയും പിന്നിൽ ഈ ഞാനുണ്ട്. ഈ ഞാനെ മാറ്റിയാൽ എനിക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യും? മനസ്സിലായില്ല? ആ രീതിയിലാണ് റീഫോർമാറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ബൈബിള്. എനിക്ക് വേണ്ടി ദൈവം എന്തെങ്കിലും ചെയ്യും എന്ന് ഒരു വിശ്വസിക്കുന്നിടത്ത് വെച്ചാണ് പ്രാർത്ഥനാ ജീവിതം തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെട്ടിക്കളയാൻ വേണ്ടിയാണ് പറയണത് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങളെ എളിമയോടെ വിനയത്തോടെ നിൽക്കാമെന്ന് പറയണത്. അപ്പം അതനുസരിച്ച് തന്നെ നമ്മൾ ഓരോരോ കാര്യത്തിനും ദൈവം എനിക്ക് വേണ്ടി ചെയ്യും, എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ മുഴുവൻ റിസ്ക് നീ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ആശ്രയം അർപ്പിക്കുകയും ചെയ്യിക്കണ ദൈവത്തിലാകും. അപ്പം അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ ഈ പ്രാർത്ഥനാപരമായ ഒരു എളിമയുണ്ട്. 1-10 വായിച്ചേ. ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുക. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അപ്പം ഞാനെന്ത് ചെയ്യും എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉദ്ദീപനം ചെയ്ത് ഉത്കണ്ഠ വലുതാക്കേണ്ട കാര്യമില്ല. ദൈവം എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞ് വിശ്വാസം അർപ്പിച്ച്, ഇങ്ങനെ വിശ്വാസം അർപ്പിക്കണമെങ്കിൽ എന്താ വേണ്ടതെന്നറിയാവോ? ദൈവസ്നേഹമാണ്. ഇപ്പം ഈശോ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ഈ മലയോട് ഇവിടെ നിന്ന് മാറി ഹൃദയത്തെ ശങ്കിക്കാതെ നിങ്ങളത് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴാൻ പറഞ്ഞാൽ അത് വീഴും. മർക്കോസിന്റെ സുവിശേഷം 11:23. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. എല്ലാവർക്കും ഒരു ഉതപ്പുണ്ടാകുന്നൊരു വചനമാണ്. പിന്നെ മലയിൽ നിന്ന് മാറി മലയോട് പോയി കടലിൽ വീഴാൻ പറഞ്ഞാൽ വീഴും. നമ്മൾ ചുമ്മാ വീഴത്തില്ലെന്ന് പറയും. പക്ഷേ എന്താ അവിടുത്തെ പ്രശ്നം എന്ന് അറിയുക? മലയെന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിത തടസ്സങ്ങളാണ്. ജീവിതത്തിൽ വിദ്യാഭ്യാസ തടസ്സം ഉണ്ടാവും, ലോൺ കിട്ടാൻ തടസ്സം വരത്തില്ലേ? അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ ഓരോ തടസ്സങ്ങൾ വരും. ഇതിന് എന്താണ് മലയെന്ന് പറയണത്? അപ്പോൾ എന്ത് ചെയ്യണം? ഈ തടസ്സം മാറാൻ വേണ്ടി എന്ത് ചെയ്യണം? ഹൃദയത്തെ ശങ്കിക്കാതെ. അപ്പോൾ അവിടെയാണ് പ്രശ്നമായത്. അപ്പോൾ നമ്മൾ ഓർക്കും ശങ്ക എങ്ങനെയായാലും ഉണ്ടാവില്ല മനുഷ്യനെ. പിന്നെ എങ്ങനെ ശങ്കിക്കാതെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പം ശങ്ക ഉണ്ടാകാതിരിക്കാൻ എന്താ മാർഗം എന്നറിയാവോ? ഹൃദയത്തെ ശങ്കിക്കാതെ എന്നല്ല പറയണത്. അപ്പം ഹൃദയമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. ഈ വിശ്വസിക്കണത് എന്താണ്? ഹൃദയത്തിലല്ലേ വിശ്വസിക്കണത്. ഇപ്പം യേശു കർത്താവാണെന്ന് ആധരം കൊണ്ട് ഏറ്റു പറയും. ദൈവം അവനെ മരിച്ചവൻ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിലാണ് വിശ്വസിക്കണം മനുഷ്യൻ, അല്ലേ? 10:9 റോമ 10:9. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഹൃദയത്തെ ശങ്കിക്കാതെ എന്ന് പറയുമ്പോൾ വിശ്വാസത്തിന് വരാൻ സാധ്യതയുള്ള കൗണ്ടർ പാർട്ട് എന്താണ്? എതിർ ശക്തി എന്താണ്? സംശയമാണ്. അപ്പോൾ വിശ്വാസത്തിന് എതിരെ വരാൻ സാധ്യതയുള്ളത് മനുഷ്യൻ്റെ സംശയമാണ്. ഈ സംശയത്തെ എങ്ങനെ അതിജീവിക്കണത്? അത് സ്നേഹം കൊണ്ടാണ് അതിജീവിക്കണത്. മനസ്സിലായില്ലേ? 1 Corinthians 13:7. സ്നേഹം സകലതും വിശ്വസിക്കുന്നു. അതാണ് സംഭവം. സ്നേഹം
സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു. സകലത്തെയും പ്രത്യാശിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ഈ സംശയത്തെ അതിജീവിക്കണം എങ്ങനെയാണ്? സകലത്തെയും അതിജീവിക്കുമെന്ന് പറയണല്ലേ. അപ്പം എങ്ങനെയാണ് അതിജീവിക്കണത്? സ്നേഹം കൊണ്ടാണ് അതിജീവിക്കണത്. ഇപ്പോൾ ഒരു അമ്മയുടെ എളിയിൽ ഒരു കുഞ്ഞിരിക്കണം. അപ്പോൾ അത് അവിടെ നിന്ന് കളിക്കുകയും ചിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അരയിരുന്നുണ്ട്. കുഞ്ഞ് ബോധം അതിൻ്റെ താഴേക്ക് നോക്കുമ്പോൾ അതിന് ആഴങ്ങളെക്കുറിച്ച് ചിലപ്പോൾ ഒരു തെങ്ങിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന പോലെയുള്ള ആഴങ്ങളായിരിക്കും കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത്. പക്ഷേ കുഞ്ഞ് അവിടെ നിന്ന് അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. എന്താണ് ഭയങ്കരമായ എൻ്റെ അമ്മേൻ്റെ താഴെ ഇടുകയോ ഇല്ലയോ എന്ന് കൊച്ചിന് സംശയമില്ല. സ്നേഹമാണ് ആ സംശയം മാറ്റുന്നത് കൊച്ചിൻ്റെ. പക്ഷേ കൈമാറിയൊന്ന് എടുത്ത് നോക്കി, ഒരു അപരിചിതമായ സ്ഥലത്ത് വ്യക്തിയൊന്ന് എടുത്തു നോക്കി, അപ്പം കൊച്ചിനെ നിലവിളിച്ച് വരും, കരച്ചിൽ വരും. ഇത് വരുന്ന വെച്ചാൽ സംശയത്തെ നമ്മൾ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും വരുന്ന ഈ മാങ്ങാണ്ടിയുടെ അത് പുഴു എന്ന പോലെയാണ് ഈ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ സംശയം വരണത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ മാങ്ങാണ്ടിയുടെ പുഴു എങ്ങനെയാണ് വേണ്ടത്? അത് പൂവായിരുന്ന സമയത്ത് തന്നെ മുട്ടയിട്ട് പോകുന്നത് കൊണ്ടാണ് അതിൻ്റെ അകത്ത് നിന്ന് വളരണത്. ഇതുപോലെ വിശ്വാസത്തിൽ തന്നെയും വിശ്വാസം രൂപപ്പെട്ട് വരുന്ന കാലത്ത് തന്നെയും സംശയങ്ങളും രൂപപ്പെട്ടു വരും. അതുകൊണ്ടാണ് ഈ നിങ്ങളെ കുഞ്ഞുനാളിലൊക്കെ പിള്ളേരെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾ മുതിർന്നവർ വിശ്വാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കേൾപ്പിച്ചതൊന്നും സംസാരിക്കരുത്. കാര്യം എന്താണ്? അവർക്ക് അപ്പനും അമ്മയ്ക്ക് സംശയമാണെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി സംശയം ഉണ്ടാകും. അപ്പോൾ അവരുടെ പൂ വിരിഞ്ഞ് വരുമ്പോൾ തന്നെ ആ സംശയത്തിൻ്റെ കണിക അതിനകത്ത് വീഴും. അപ്പോൾ വളർന്നു വരുമ്പോഴും അവർ ആ വിശ്വാസത്തിൽ സംശയം ഉണ്ടാകും. യോഗ്യന്മാരെ തിരിച്ചറിയാൻ എപ്പോഴും യോഗ്യമായ തീരുമാനത്തിൽ എത്തുന്നവരെ മത്സരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ അത് ചിലപ്പോൾ ചില ആൾക്കാർ കയ്യാങ്കളിലൊക്കെ കൊണ്ടുപോകും. പക്ഷെ നമ്മളിതൊക്കെ കുഞ്ഞുങ്ങളെ ഇരുന്നുകൊണ്ട് കെട്ടിയിരുന്ന് വിളിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഓർക്കും ഇതൊക്കെ ചുമ്മാ ആയിരിക്കുമെന്ന്. അങ്ങനെയല്ല, ഇതൊക്കെ ലൈഫിൻ്റെ ഭാഗമാണ്. പക്ഷെ കുഞ്ഞുങ്ങളെ കേൾപ്പിച്ചതൊന്നും സംസാരിക്കരുത്. കാര്യം അവരെ എപ്പോഴും നമ്മൾ അവിടെ ഉള്ളിൽ ഇപ്പോൾ ഈ മാങ്ങാണ്ടിടത്ത് എങ്ങനെ പുഴു വരുന്നത്? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, എന്താ വരുന്നത്? പൂക്കുമ്പോൾ തന്നെ പരാഗണത്തിലൂടെ വരുന്നതാണത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അവസ്ഥ കുഞ്ഞുങ്ങൾക്കുണ്ടായിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ പേര് ആർച്ചലത. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. ഞാൻ 7 വർഷമായിട്ട് ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റൽ തിരുവമ്പാടിയിൽ വർക്ക് ചെയ്യുകയാണ്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് 2018 നവംബർ മാസത്തിലാണ്. ആ സമയം ഞാൻ ഉടമ്പടി എടുക്കാനല്ല ആദ്യമായിട്ട് വന്നത്. ഇവിടെ വന്ന് ഒരു രോഗി നിർദ്ദേശപ്രകാരം പ്രാർത്ഥിച്ചു പോവുകയായിരുന്നു ചെയ്തത്. ആ ദിവസം തന്നെ ഞാൻ ഇവിടെ അടുത്ത് കാണുന്ന ഈ റൂമിൽ മാതാവിൻ്റെ ഒരു രൂപം ദർശിക്കുകയുണ്ടായി. അതിനാൽ ഞാൻ ഹിന്ദുമത വിശ്വാസി ആയിരുന്നിട്ട് പോലും സ്ഥിരമായി പിന്നെ ഇവിടെ വരാൻ തുടങ്ങി. അതിനുശേഷം ജോലിയിലുണ്ടായിരുന്ന കടുത്ത മാനസിക സമ്മർദ്ദം കാരണം ഞാൻ ജോലി ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുകയും മറ്റ് ജോലിക്ക് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് എക്സാമുകൾക്ക് വേണ്ടി PSC പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അതോടുകൂടി ഞാനിവിടെ വന്ന് 2018 നവംബറിൽ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷവും എനിക്ക് കൃപാസനത്തിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ ഭയങ്കര നാണക്കേടായിരുന്നു. എന്നാലും ഞാൻ രഹസ്യമായിട്ട് ഇവിടെ വരികയും ധ്യാനം കൂടുകയും ചെയ്തു. പക്ഷേ യാതൊരു പ്രേക്ഷിത പ്രവർത്തികളിലും ഞാൻ ചെയ്തിരുന്നില്ല. അതിനുശേഷം എൻ്റെ ഒരു വിശ്വാസം നന്നായി പഠിക്കുകയാണെങ്കിൽ എന്തായാലും ജോലി കിട്ടും. അതിനാൽ ഞാൻ കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരുന്നു. ഒരു 1.5 വർഷത്തോളം ഞാൻ ഏകദേശം ഒരു 10 മണിക്കൂറോളം 10-12 മണിക്കൂറോളം പഠിച്ചിരുന്നു. ഉറക്കം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ വന്ന എക്സാമുകളിൽ പലതും എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ എക്സാം എഴുതുന്നത് നിർത്തി. അതോടുകൂടി എനിക്ക് എൻ്റെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട് ഞാൻ ഉടമ്പടിയിൽ നിന്നൊക്കെ മാറി എൻ്റെ വീട്ടിലേക്ക് മാറി എൻ്റെ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു ശ്രമിച്ചത്. പിന്നെ അതിനുശേഷം ഇവിടെ വീണ്ടും ബുദ്ധിമുട്ടുകൾ ജോലിയിൽ വന്നതിനാൽ ഞാൻ സ്ഥലം മാറി പോകാനൊക്കെ ശ്രമിച്ചു. ഒന്നും തന്നെ നടന്നില്ല. അതിനുശേഷം ഒരു 2021 ആയ സമയത്ത് കോവിഡ് കാരണം പിന്നെ ഞാനിവിടെ വന്നിട്ടില്ല. 21 ആയ സമയത്ത് ഇവിടെ ഒരു അമ്മ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ മോളെടുക്ക വരാൻ പറഞ്ഞു. 2021 ഫെബ്രുവരിയാണപ്പോൾ. അപ്പോൾ എന്നോട് പറഞ്ഞു അടുത്ത മാസം മോൾ പ്രഗ്നൻ്റ് ആകും. അത് മോൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ളൊരു ജീവിതമായിരിക്കും. 9 മാസവും മോൾ കഷ്ടപ്പെടും. പക്ഷേ എല്ലാം പിടിച്ചു നിൽക്കണം. അതോടുകൂടി മോൾക്ക് മാതാവ് ഒരു പെൺകുഞ്ഞിനെ തരും എന്നെനിക്ക് പറഞ്ഞു. അപ്പം ഞാനത് വലിയ കാര്യമാക്കിയില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഒരു മാസം 2021 മാർച്ച് മാസം ഞാൻ പ്രഗ്നൻ്റായി.
ആ സമയം എൻ്റെ ചേച്ചി മരിച്ചു. അതോടുകൂടി ഞാൻ വലിയ മാനസിക സമ്മർദ്ദത്തിലായി. എന്നാലും ഞാൻ പിടിച്ചു നിന്നു കുറേയൊക്കെ. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി വീണ്ടും. പക്ഷേ കഠിനമായ പ്രാർത്ഥനയല്ല. കാര്യം എൻ്റെ അച്ഛനും കിടപ്പായി. കോവിഡ് വന്ന അച്ഛനും കിടപ്പായതിന് ശേഷം 5 മാസത്തെ കഴിഞ്ഞപ്പോൾ അച്ഛനും മരിച്ചു. എൻ്റെ 5-ാം മാസം പ്രഗ്നൻ്റ് ആയിരുന്ന സമയം അച്ഛൻ മരിച്ചു. അത് കഴിഞ്ഞതോടുകൂടി 1 മാസം കഴിഞ്ഞ് എനിക്ക് കോവിഡായി. കോവിഡ് വന്ന് എൻ്റെ ആമാശയം, കുടൽ എല്ലാം പഴുത്തു. അയണിനൊക്കെ കറുത്ത കളറിൽ ബ്ലഡോടുകൂടി ഛർദ്ദിക്കുന്ന അവസ്ഥ വരെ ഞാൻ എത്തിയിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് ഒരു മെഡിസിനും ഉപയോഗിക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല. ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗമൊക്കെ ബ്ലഡ് ക്ലോട്ടായി പോകുന്നൊരു അവസ്ഥയിലോട്ട് എൻ്റെ ശരീരം എത്തിയിരുന്നു. എന്നിട്ടും എനിക്ക് എത്ര സ്കാൻ ചെയ്തും ഡോപ്ലർ സ്റ്റഡി നോക്കിയിട്ടും എൻ്റെ ഗർഭപാത്രത്തിന് മാത്രം ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഗർഭപാത്രം കുഞ്ഞിൻ്റെ വളർച്ചയെല്ലാം വളരെ പ്രോപ്പറായി നടന്നുകൊണ്ടിരുന്നു. 38-ാമത്തെ ആഴ്ച സിസേറിയൻ വഴി എനിക്കൊരു പെൺകുഞ്ഞിനെ ലഭിച്ചു. ഈ സമയം പോസ്റ്റ് കോവിഡ് ഡെലിവറി ആയതിനാൽ സിസേറിയൻ്റെ സമയത്ത് വളരെ കോംപ്ലിക്കേഷനിൽ പോവുകയും എൻ്റെ BP താന്ന് ഞാൻ വൊമിറ്റ് ചെയ്ത് ഒരു ഡെത്ത് ഉണ്ടാകാവുന്നൊരു സിറ്റുവേഷനിൽ എത്തുകയും ചെയ്തു. ആ സമയമാണ് എനിക്ക് പെട്ടെന്ന് മാതാവിൻ്റെ മുഖം എൻ്റെ മുമ്പിൽ വരികയും ഞാൻ കഠിനമായിട്ട് ആ സമയം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഞാൻ എങ്ങനെയോ തിരിച്ച് വരുന്നുണ്ട് എന്ന്. അങ്ങനെ ഞാൻ ആ ഒരു ഭയങ്കര സിറ്റുവേഷനിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയും എനിക്കൊരു മാതാവ് ഒരു പെൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അതിനുശേഷവും ഞാൻ ആലപ്പുഴയിൽ നിന്ന് പോകണം, എനിക്കിവിടെ വേണ്ട, എൻ്റെ വീട് കൊല്ലമാണ്, എനിക്ക് അവിടെ എവിടെയെങ്കിലും ജോലി സെറ്റിലായേ പറ്റുള്ളൂ, കാര്യം എനിക്ക് യാത്ര പറ്റുന്നില്ല. പക്ഷെ പിന്നുള്ള 1 വർഷവും ഞാൻ വീണ്ടും വലിയ വലിയ പ്രശ്നങ്ങളിൽ പോയെങ്കിലും എനിക്ക് ജോലി മാറ്റം കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെ ഞാൻ അവസാനം തീരുമാനിച്ചു ഞാനിവിടെ അടുത്ത് ഇവിടെ ടൗണിൽ തന്നെ താമസിക്കാമെന്ന് തീരുമാനിച്ചു. ഇവിടെ വന്ന് താമസിച്ചു. പക്ഷേ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട്. ഇവിടുത്തെ റെൻറ്റ്, എൻ്റെ മറ്റ് സാമ്പത്തിക ചെലവുകൾ, ചിട്ടി എല്ലാം വലിയ ബുദ്ധിമുട്ടിലോട്ട് പോയി. സാമ്പത്തിക ബുദ്ധിമുട്ട് കൂടിയ കാരണം ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു. മക്കൾക്ക് എന്നും അസുഖങ്ങളാണ്, എന്നും കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങളില്ലാത്തൊരു ദിവസങ്ങളേ ഇല്ല. ആകെ ഞാൻ അടുത്തൊരവസ്ഥയിലായപ്പോൾ ഞാൻ വീണ്ടും ഒരു ഓൺലൈൻ ഉടമ്പടി വെച്ചു. മാതാവിൻ്റെ എന്തോ ഒരു ഉറക്കത്തിലൊക്കെ എനിക്ക് തോന്നുവാണ് വീണ്ടും ഒരു ഉടമ്പടി വെച്ച് നോക്കാൻ. അപ്പോൾ വീണ്ടും ഇവിടെ വന്നിട്ട് പ്രാർത്ഥന ഒന്നും എന്നെക്കൊണ്ട് അങ്ങോട്ട് മാനസികമായിട്ട് തയ്യാറാവുന്നില്ല. പക്ഷെ ഞാൻ ഓൺലൈൻ ഉടമ്പടി വെച്ചു. ഓൺലൈൻ ഉടമ്പടി വെച്ചതിന് ശേഷം ഞാൻ 6 കാര്യങ്ങളായിരുന്നു വെച്ചിരുന്നത്. അതിനകത്ത് എൻ്റെ കുഞ്ഞുങ്ങളുടെ അസുഖവും സാമ്പത്തിക ബുദ്ധിമുട്ടും മറ്റ് 1-2 രോഗികളുടെ കാര്യങ്ങൾ വെച്ചിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരി 14 വർഷമായിട്ട് കുട്ടികളില്ല. ഇപ്പം 39 വയസ്സ് കഴിഞ്ഞ് 40 വയസ്സാകാൻ പോകുന്നു. ഞാൻ 2018-ലും പുള്ളിക്കാരിക്ക് വേണ്ടി ഉടമ്പടി വെച്ചിരുന്നു. പക്ഷെ അത് നടന്നില്ല. അപ്പം ഞാൻ ഓൺലൈൻ ഉടമ്പടി വെച്ചപ്പോൾ എന്തായാലും വെച്ചേക്കാം എന്ന് വിചാരിച്ചു. ഓൺലൈൻ ഉടമ്പടി വെച്ചു. ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. 2 ആഴ്ചക്കകത്ത് തന്നെ പുള്ളിക്കാരി വിളിച്ചു പറഞ്ഞു പ്രഗ്നൻ്റ് ആയി. അതുപോലെ ആ സമയത്ത് അവർ പ്രത്യേകിച്ച് പ്രഗ്നൻസിക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കുന്നില്ലായിരുന്നു. ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു യൂട്രസിൽ, അതുകൊണ്ട് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാൻ പ്രഗ്നൻസിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ആൾ 5 മാസം കഴിഞ്ഞു. അനോമലി സ്കാൻസ് എല്ലാം ചെയ്തു. വളരെ സേഫാണ് പ്രഗ്നൻസി. 40-ാമത്തെ വയസ്സിലും വളരെ സേഫായിട്ടൊരു 25th എങ്ങനെ പ്രഗ്നൻ്റ് ആവുന്നു ആ രീതിയിൽ തന്നെ കുഞ്ഞും അമ്മയും വളരെ ഹെൽത്തിയാണ്. അതിനോടുകൂടി ഞാൻ വെച്ചിരുന്ന എല്ലാ കാര്യങ്ങളും നടന്നു. കാര്യം ആ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ തുടങ്ങി. അത്യാവശ്യം പ്രൈവറ്റ് പ്രാക്ടീസ് കിട്ടാൻ തുടങ്ങി. എനിക്ക് ഓരോ കാര്യങ്ങളിലും പിന്നെ ഇന്ന് വരെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും എൻ്റെ കാര്യം നമ്മൾ വലിയ പൈസ ആഗ്രഹിക്കുന്നവരല്ല. നമ്മുടെ ചിട്ടി നടന്നു പോകണം ജീവിതം. ഒരു ജീവിത ചെലവിനും പൈസ ഇല്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ പിന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ അതോടുകൂടി പിന്നെ അടുത്ത മാസം ഞാൻ ഉടമ്പടി വെക്കണം എന്ന് തീരുമാനിച്ചു. പിന്നെ 2ാമത്തെ തവണ ഞാൻ ഈ 2023 ജൂണിൽ ഉടമ്പടി വെക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. എന്തോ ഞാൻ എൻ്റെ അമ്മയെ കാണാൻ പോവുകയാണ് തിരിച്ച്. സ്വന്തം അമ്മയെ കാണാൻ പോകുന്ന കണക്ക്, സ്വന്തം അമ്മയുടെ വീട്ടിൽ പോകുന്ന കണക്ക് ഭയങ്കരമായൊരു സന്തോഷത്തിലാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ രാവിലെ 5:30 കഴിഞ്ഞപ്പോഴേ ഇവിടെ വന്നു. 6 മണിക്ക് തന്നെ വന്ന് ടോക്കൺ എടുത്തു, ഉടമ്പടി എടുത്തു. അന്ന് മുതൽ ഞാൻ എല്ലാ കാര്യങ്ങളും അച്ഛൻ്റെ ക്ലാസ് അതുപോലെ കേട്ടു. 2018 ഞങ്ങൾ വന്നപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലാവുന്ന പോലും ഇല്ലായിരുന്നു ഈ ക്ലാസ് എന്താണ്, ഉടമ്പടി എന്താണെന്ന്. അന്ന് മുതൽ ഞാൻ എല്ലാ ദിവസവും ധ്യാനം കൂടാൻ തുടങ്ങി. ഫോണിൽ എല്ലാ ദിവസവും ഞാൻ ഡെയിലി 2 മണിക്കൂർ ധ്യാനം രാവിലെ കൂടും. അതെൻ്റെ ജോലികൾ ചെയ്യുമ്പോഴായിരിക്കും. പക്ഷേ ഞാൻ പൂർണ്ണമായിട്ട് മനസ്സ് അതിൽ അർപ്പിച്ച് തന്നെ ആയിരിക്കും നിൽക്കുന്നത്. എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കാൻ തുടങ്ങി. ഞാൻ അടുത്ത് തന്നെ ഹോസ്പിറ്റലുകളിൽ, വണ്ടാനം മെഡിക്കൽ കോളേജിൽ രോഗികൾക്കെല്ലാം മാസവും ഭക്ഷണം കൊണ്ട് പോകാൻ തുടങ്ങി. അതുപോലെ തന്നെ അടുത്തുള്ളൊരു നസ്രത്ത് ഭവനം എന്ന് പറഞ്ഞ വൃദ്ധസദനത്തിൽ അവിടെ അമ്മമാർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പം വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഉടമ്പടി പത്രം കൊടുക്കുമ്പോഴും ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത്. അമ്മേ,
ആവശ്യമുള്ളവർക്ക് മാത്രമേ ഇതെൻ്റെ കൈകൊണ്ട് കൊടുക്കാൻ പറ്റാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അതോടുകൂടി ഞാൻ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും, ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഒരു പ്രാർത്ഥിക്കുന്നതിനുള്ള സമയം എന്തെങ്കിലും ഒരിത്തിരി തെറ്റുന്നതൊഴിച്ച് ബാക്കി എല്ലാം, അതെൻ്റെ മക്കൾ ഉറങ്ങുന്ന ചിലപ്പോൾ രാത്രി 1 മണിയൊക്കെ ആയിരിക്കും, ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാം എന്ന് വെച്ചാൽ പ്രാർത്ഥനയുടെ കാര്യത്തിലും ഞാൻ അലാറം വെക്കാറില്ല. അമ്മയോട് പറഞ്ഞിട്ട് കിടക്കും, അമ്മയെ വിളിച്ച് ഉണർത്തിയേക്കണേ, ഞാൻ എത്രയും താമസിച്ചാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഒന്നും മുടങ്ങാതെ ആ പ്രാർത്ഥനയാവട്ടെ, ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇത്തവണ കൃത്യമായി പാലിച്ചു പോകാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഉടമ്പടി വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ തന്നെ എല്ലാം ഇപ്പം ഉടമ്പടി വെച്ചിട്ട് 2 മാസമേ ആയുള്ളൂ. പക്ഷേ എന്നാൽ തന്നെ എനിക്ക് ഇത്തവണത്തെ ഒരു മാർച്ച് മാസം ഓൺലൈൻ ഉടമ്പടി വെച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പ്രത്യേകിച്ചും ഞാൻ ചികിത്സിക്കുന്ന കാര്യത്തിൽ എനിക്ക് വലിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. കാര്യം ഞാൻ തൈറോയിഡിലൊരു PG ചെയ്യുന്ന സമയം മുതലേ സ്റ്റഡി ചെയ്യുന്ന ഒരാളാണ്. അതിനകത്ത് കൂടുതലായിട്ട് സ്പെഷ്യലൈസേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് കൂടുതലും വീണ്ടും എൻ്റെ സയൻസിൽ തന്നെ നിൽക്കണമെന്നും, അതുപോലെ തന്നെ തൈറോയിഡിൻ്റേതായിട്ടുള്ള വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് കേസുകൾ എനിക്ക് കിട്ടാൻ തുടങ്ങി. ആ കേസുകളിലെല്ലാം തന്നെ രോഗം മാറി മാറി വരുന്നതും, ക്യാൻസർ വരായ മുഴകൾ വരെ ചുരുങ്ങി വരുന്നതും എനിക്കറിയാം. ഇതൊന്നും എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടോ ഒന്നും നടക്കുന്ന കാര്യങ്ങളല്ല. ഞാൻ ഓരോ രോഗിയെയും ചികിത്സിക്കുമ്പം പ്രാർത്ഥിച്ച് ആ രോഗികളോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ചികിത്സിക്കുന്നതെന്ന്. അതിനിപ്പോൾ എനിക്കൊരു മടിയുമില്ല. അതെല്ലാം പ്രാർത്ഥിച്ച് പറഞ്ഞ് ചികിത്സിക്കുന്നത് വഴി ഞാൻ വളരെ യാദൃശ്ചികമായിട്ട് ഒരു പാലിയേറ്റീവ് കെയറിലായ ഒരു കിഡ്നി പേഷ്യൻറ്റിനെ കണ്ടിട്ടുണ്ട്. 2 കിഡ്നിയും ഡാമേജ് ആയിട്ട് ശ്രീജിത്ത് എന്ന ആൾ പാലിയേറ്റീവ് കെയറിലേക്ക് വിട്ടേക്കുവാണ്. ഞാൻ കാണുന്ന സമയത്ത് ആൾ അസൈറ്റീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തൊരു സ്റ്റേജാണ്. രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവായിരുന്നു. ഞാൻ എന്നെക്കൊണ്ട് സാധാരണ മരുന്നുകൾ മാത്രമാണ് ഞാൻ ആദ്യം കൊടുത്തത്. പക്ഷേ ആ രോഗി വളരെ പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ തുടങ്ങി. അവരച്ഛനെ കണ്ടുവന്ന് പ്രാർത്ഥിച്ചവരായിരുന്നു. വേദന കൊണ്ട് ഉറങ്ങുന്നില്ലായിരുന്നു. പക്ഷേ ഏറ്റവും സാധാരണ മരുന്നുകളും കൊണ്ട് മാത്രം തന്നെ രോഗി വളരെ പെട്ടെന്ന് റിക്കവറിയിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പം ശരിക്കും ഒരു ഉടമ്പടി ജീവിതത്തിലാണ്. ഞാൻ ഉപേക്ഷിച്ച് പോകണം എന്ന് ഉദ്ദേശിച്ച് എൻ്റെ സയൻസിൽ തന്നെ മാതാവിനെ തിരിച്ചു പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. എല്ലാ ആഴ്ചയും ഞാനിവിടെ വരുന്നുണ്ട്. കാര്യം എനിക്കിപ്പോൾ എൻ്റെ കാര്യങ്ങളെക്കാളും കൂടുതൽ എൻ്റെ രോഗികളുടെ കാര്യങ്ങളാണ് അമ്മയോട് പറയാനുള്ളത്. എൻ്റെ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോഴും എനിക്ക് ജോലി സംബന്ധമായിട്ട് അത്യാവശ്യം മാനസിക സമ്മർദ്ദങ്ങളുണ്ട്. പക്ഷേ ഉടമ്പടി 2ാമത് ഈ വെച്ചതിന് ശേഷം ആശുപത്രിയിലെ സാഹചര്യങ്ങളെല്ലാം മാറി വളരെ സന്തോഷമായിട്ടാണ് ഇപ്പോൾ ഉള്ളൊരു ജോലി പോകുന്നത്. എന്നാലും അതൊരു പെർമനൻ്റായിട്ട് കിട്ടണമെന്നുണ്ട്. അതെല്ലാം അമ്മ സാധിച്ചു തരുമെന്ന് എനിക്ക് ഇപ്പോൾ പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഞാൻ സെപ്റ്റംബർ 3-ാം തീയതി ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് എൻ്റെ ഇത്രയും നാളത്തെ പങ്കുവെക്കാൻ വേണ്ടിയാണ് വന്നത്. ഈ അനുഗ്രഹങ്ങളെല്ലാം നേടിത്തന്ന അമ്മ മാതാവിനും യേശുദേവനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തും. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 16-ാം തിരുവചനമാണ്. ഈ മകൾ ഇവിടെ ഡോക്ടർ അർച്ചലത, ആയുർവേദ ഡോക്ടറാണ്. ആലപ്പുഴയിൽ പഞ്ചകർമ്മ ആശുപത്രിയിൽ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസറായി സേവനം ചെയ്യുന്നു. അപ്പോൾ ഈ ഡോക്ടറിൻ്റെ ജീവിതത്തിൽ തനിക്ക് ഉണ്ടായിരുന്ന അനുഭവങ്ങൾ, അതായത് 2018 മുതൽ ഈ മകൾ ഇവിടെ വരാറുണ്ട്. അന്നും ഉടമ്പടി എടുത്തു. എന്നാൽ ആ ഉടമ്പടിയൊന്നും പൂർണ്ണമായിട്ട് ഈ മകൾ ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ് നമുക്ക് സാക്ഷ്യത്തിലൂടെ മനസ്സിലായത്. അങ്ങനെ അത് വേണോ വേണ്ടയോ അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ പോയി. പിന്നീട് തൻ്റെ പ്രൊഫഷൻ തന്നെ ഡോക്ടറിനെ മാറ്റണമെന്നുള്ള ചിന്തയായി. അതായത് ഒത്തിരി ടെസ്റ്റുകൾ എഴുതി ഗവൺമെൻറ് പോസ്റ്റിലേക്കൊക്കെ ജോലിക്ക് ശ്രമിച്ചുകൊണ്ട് ആ ടെസ്റ്റുകൾ അതിലെല്ലാം സ്വയം കോൺഫിഡൻസ്, അതായത് എനിക്കിത് സാധിക്കും, 12 മണിക്കൂറൊക്കെ ഡോക്ടർ ഇരുന്ന് പഠിച്ചു എന്നാണ് പറയുക. അങ്ങനെയൊക്കെ അതൊക്കെ ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് ഡോക്ടർ മുൻപോട്ട് പോകുമ്പോഴും ഡോക്ടറിന് അതൊന്നും നേടാൻ കഴിയാതെയാണ് പിന്നീട് തൻ്റെ 1.5 വർഷമായിട്ട് ഇപ്പോൾ തനിക്ക് പല ഉയർച്ചകളാണ് പിന്നീടുണ്ടായത്. അതായത് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നു, ഉടമ്പടിയിൽ നിയോഗം വെക്കുന്നു, പിന്നീട് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി 2023 ജൂണിൽ എടുത്തതിന് ശേഷം എന്തുമാത്രം
തീഷ്ണതയാണ്. അതായത് സ്വന്തം അമ്മ വീട്ടിലേക്ക് വരുന്ന ഒരു പ്രതീതിയാണ്, അമ്മയെ കാണാൻ വരുന്ന ഒരു പ്രതീതിയാണ് ഡോക്ടറിനുള്ളതെന്നാണ് നമ്മോട് പറഞ്ഞത്. അത്രയേറെ തീഷ്ണതയാണ് ഇപ്പോഴുള്ളത് തനിക്കുണ്ടായിരുന്ന. അതായത് തൻ്റെ ജീവിതത്തിൽ പലതും സംഭവിച്ചപ്പോൾ അതെല്ലാം ഈ മകൾ മനസ്സിലാക്കുകയാണ്, ഇതൊക്കെ അമ്മമാതാവാണ് എന്നെ വഴി നടത്തിയത്. പ്രതിസന്ധികൾ പലതായിരുന്നു. തൻ്റെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയപ്പോൾ ആ യൂട്രസ് അല്ലാത്ത, ഗർഭപാത്രമല്ലാത്ത ബാക്കി ആന്തര അവയവങ്ങൾ, കുടലൊക്കെ പഴുത്ത് വല്ലാത്ത ഒരവസ്ഥ, രക്തം ഛർദ്ദിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള അവസ്ഥയിൽ ആ കുഞ്ഞ് ഗർഭപാത്രത്തിൽ വളരെ സേഫായിട്ടിരിക്കുന്നു, കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കൊന്നും യാതൊരു കുഴപ്പവുമില്ല എന്നുള്ളതൊക്കെയാണ്. അതിലൂടെയൊക്കെ ഡോക്ടർ പിന്നീട് അമ്മയെ കാണുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അമ്മ വന്ന് തന്നെ സ്പർശിക്കുന്നതായി, അമ്മ സുഖപ്പെടുത്തുന്നതായി. അങ്ങനെയാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നു. പിന്നീട് ഓൺലൈൻ ഉടമ്പടി എടുത്ത ശേഷം തൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ 40 വയസ്സുണ്ട്, 12 വർഷമായിട്ട് അവർക്ക് മക്കളില്ല. ആ മക്കളില്ലാത്ത അവർ ഒത്തിരിയേറെ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നു, എന്നാൽ അതൊന്നും ഫലിച്ചില്ല. ഈ മകൾ ഓൺലൈൻ ഉടമ്പടിയിൽ നിയോഗം വെക്കുന്നു. 2ാമത്തെ ആഴ്ച തന്നെ പ്രഗ്നൻ്റ് ആയി എന്നുള്ള വിവരമാണ് ഈ മകളെ അറിയിച്ചതെന്നാണ് നമ്മോട് പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ 5 മന്ത് പ്രഗ്നൻസി വളരെ സുഖമായിരിക്കുന്നു എന്ന് പറയുന്നു. പിന്നീട് തൻ്റെ പ്രൊഫഷൻ ഡോക്ടർ ഇഷ്ടപ്പെടാൻ തുടങ്ങി. തൻ്റെ രോഗികൾക്ക് വേണ്ടിയിട്ട് ഒത്തിരിയേറെ സമയം ചിലവഴിക്കുന്നു. അവർക്ക് വേണ്ടി എങ്ങനെയാണ് ഇന്ന് ഉടമ്പടി എടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുമ്പോൾ പലയിടത്തു നിന്നും പറഞ്ഞു വിട്ട കേസുകളൊക്കെ ഡോക്ടറിൻ്റെ കയ്യിലൂടെ അത് സൗഖ്യത്തിലേക്ക് വരുന്ന അനുഭവങ്ങളാണ് ഇപ്പോൾ ഡോക്ടറിനുള്ളത്. അങ്ങനെ തൻ്റെ പ്രൊഫഷനെ ഒന്നുകൂടെ സ്നേഹിച്ചുകൊണ്ട് ഈ പ്രൊഫഷനിൽ തന്നെ താൻ ഉറച്ചു നിൽക്കും, ഇതാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചിന്തയൊക്കെ ഡോക്ടറിന് വരികയാണ്. അതുപോലെ വണ്ടാനത്ത് മാസത്തിൽ പോകുന്നു, ഉടമ്പടി കൃപാസന പത്രം അവിടെ കൊടുക്കുന്നു, ഭക്ഷണപ്പൊതികൾ കൊടുക്കുന്നു. അങ്ങനെ തൻ്റെ ശുശ്രൂഷയോടൊപ്പം തന്നെ, തൻ്റെ രോഗീ പരിചരണത്തോടൊപ്പം തന്നെ അതിനുമൊക്കെയുള്ള സമയം കണ്ടെത്തുകയാണ്. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ പ്രദാനം ചെയ്യുന്ന നല്ല തമ്പുരാൻ്റെ കരുത്തുറ്റ കരങ്ങൾക്ക് കീഴിൽ നമ്മെ തന്നെ നിർത്തിക്കൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.